ഈ വീഡിയോ ഒന്ന് കണ്ടു. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ദിയ എന്റെ മോന് 8 എഴുതാൻ പറഞ്ഞിട്ട് എഴുതണില്ല. നിങ്ങൾ ഇനിയും അമ്മ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. വേഗം പോയി ബുക്ക് എടുത്ത് 8 എഴുതാൻ തുടങ്ങിക്കോ. അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി. കൊറേ പറഞ്ഞ് എഴുതാൻ പറയുന്നു. അപ്പൊ എന്താ ചെയ്യണ്ടേ? കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുന്നത് പല രക്ഷിതാക്കൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ചില എളുപ്പ വഴികൾ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഫ്രീ സ്ക്രിബ്ലിംഗ്. അതായത് കുഞ്ഞുങ്ങളെ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ കുത്തി വരയ്ക്കാൻ അനുവദിക്കുക. വലിയ പേപ്പറിൽ കുഞ്ഞിഷ്ടമുള്ള പോലെ വരകൾ വരയ്ക്കട്ടെ. ഇത് കൈയുടെ ചലനവും പെൻസിൽ നിയന്ത്രണവും കണ്ണും കൈയും തമ്മിലുള്ള ഏകോപനവും മെച്ചപ്പെടുത്തുന്നു. അടുത്തതാണ് നിയന്ത്രിത കുത്തിവര. അതായത് ഇതുപോലെയുള്ള ബോർഡറുകൾക്കുള്ളിൽ നിയന്ത്രിതമായി പുറത്തു പോവാതെ കുത്തി വരയ്ക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക. ഇതിലൂടെ കുഞ്ഞ് അതിരുകൾ തിരിച്ചറിയാനും കൈയുടെ നിയന്ത്രണവും പഠിക്കുന്നു. അടുത്തതായി വരകൾ വരയ്ക്കാൻ പരിശീലിപ്പിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാൻഡിംഗ് വരകൾ. അതായത് വരകൾ ഇതുപോലെ നേരെ വരയ്ക്കാൻ പരിശീലിപ്പിക്കുക. രണ്ടാമതായി സ്ലീപ്പിംഗ് വരകൾ. വരകൾ ഇതുപോലെ കിടത്തി വരയ്ക്കാൻ പരിശീലിപ്പിക്കുക. മൂന്നാമതായി സ്ലാൻഡിംഗ് വരകൾ. വരകൾ ഇതുപോലെ ചെരിച്ച് വരയ്ക്കാനായി കുട്ടികളെ പരിശീലിപ്പിക്കുക. മിക്ക അക്ഷരങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങൾ ഈ 3 തരത്തിലുള്ള വരകളാണ്. അതുകൊണ്ട് ഈ 3 രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കാവുന്നതാണ്. അടുത്തതായി ഇതുപോലെ വളവുകൾ വരയ്ക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പല അക്ഷരങ്ങളുടെയും അടിസ്ഥാനം ഇതുപോലെയുള്ള വളവുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ 4 പാറ്റേണുകളാണ് അടുത്ത ഘട്ടം. ഇങ്ങനെ വരയ്ക്കാൻ പരിശീലിപ്പിക്കുന്നത് കുട്ടികളുടെ എഴുത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നു. അടുത്ത ഘട്ടമാണ് ഡോട്ടുകൾ കൂട്ടിച്ചേർക്കൽ. ആദ്യം 2 ഡോട്ടുകൾ മാത്രം വരച്ച് അത് കൂട്ടിച്ചേർക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക. ശേഷം ഇതുപോലെ 3 ഡോട്ടുകൾ വരച്ച് അത് കൂട്ടിച്ചേർക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക. പിന്നീട് 4, 5 അങ്ങനെ ഡോട്ടുകൾ കൂട്ടിച്ചേർക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. ഇത് കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള കഴിവും പെൻസിൽ നിയന്ത്രണവും വർദ്ധിപ്പിക്കുന്നു. അവസാനത്തെ ഘട്ടമാണ് അക്ഷരങ്ങൾ. ഈ സമയം അവർക്ക് അക്ഷരങ്ങൾ എഴുതാൻ കൂടുതൽ ഈസി ആയിരിക്കും. അക്ഷരങ്ങൾ എഴുതിപ്പിക്കാൻ തിടുക്കം വേണ്ട. ആദ്യം കുഞ്ഞുങ്ങളുടെ കൈ തയ്യാറെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പറഞ്ഞിരിക്കുന്ന ഈ ഘട്ടങ്ങൾ ദിവസവും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ പരിശീലിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് അക്ഷരങ്ങൾ എഴുതാൻ ഈസി ആയിരിക്കും. ഓർമ്മിക്കുക, ആദ്യം വരകൾ, പിന്നെ അക്ഷരങ്ങൾ.